ഹലോ. അപ്പോൾ കുറേയായി ഞാൻ മേലേക്കൊക്കെ കയറിയിട്ട് മഴ പിടിച്ചതിൻ്റെ ശേഷം അങ്ങനെ തുണി ഉണക്കാനായിട്ട് നമ്മൾ മേലേക്ക് വരാറില്ല. ഇപ്പോൾ കുറേ ദിവസമായി അടുപ്പിച്ച് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാനിതാ മേലൊക്കെ കുറച്ച് തുണികൾ ഉണക്കാനും അതുപോലെ ഇന്നലെ നമ്മൾ ഗോതമ്പൊക്കെ ഉണക്കിയിരുന്നു. അപ്പോൾ ഒന്നുകൂടി ചൂട് കയറ്റി വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഇന്ന് അത് പൊടിപ്പിക്കാൻ കൊടുക്കാൻ മറന്നുപോയി, കവറിലൊക്കെ ആക്കി വെച്ചെങ്കിലും കൊടുക്കാൻ മറന്നു. പിന്നെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻ വറക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വീടിൻ്റെ വറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ നമ്മളുടെ പാറുട്ടീനെ പരീക്ഷ കഴിഞ്ഞിട്ട് വിളിക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 11:45 ആകുമ്പോഴാണ് പോയത്. 12:30 വരെ ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അത് അതിന് ശേഷം ഞാൻ പാറുട്ടീനെയും ദേവുട്ടീനെയും വിളിച്ചു കേട്ടോ. ദേവുട്ടീനെ വിളിക്കാൻ പിന്നെ 3 മണിക്ക് വീണ്ടും ഞാൻ തന്നെ പോകണമായിട്ട് പണിയുള്ള കാരണം ഞാൻ തന്നെ പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞങ്ങളിതാ വരുന്ന നേരത്ത് സലാഡും അവർക്ക് രണ്ടാൾക്കും സലാഡ് മതിയെന്ന് പറഞ്ഞു. അതും എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ, എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട്. പിന്നെ ഞാനിത് ഈ ഒരു അച്ചാർ കേട്ടോ വാങ്ങിയത്. ആ അച്ചാർ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, 5 രൂപയാണ് അതിന്. അപ്പോൾ ദേവുട്ടി വന്ന പണ കൈ കഴുകിയിട്ട് അവൾക്ക് കൊണ്ടുപോയ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ രുദ്ര നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനും പാർട്ടിയും കൂടി ചോറുണ്ടായിരുന്നു. അവൾക്ക് ചോറ് വേണ്ട, രാവിലെ ഞങ്ങൾ ഇഡ്ഡലിയാണ് കൊടുത്തയച്ചത് അവൾക്ക്. അപ്പോൾ അവൾ അതിരുന്ന് കഴിച്ചു. പിന്നെ ഇതാ രുദ്രനെ കണിപ്പിച്ച് ഞാൻ ചോറ് കൊടുക്കലും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വിട്ടു. വൈകുന്നേരം ആയപ്പോൾ ഞാനിതാ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. ഇതിന് എന്ത് പേരാ വിളിക്കാമെന്ന് അറിയില്ല. ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി സംഭവം. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കാറില്ല, കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം കുഞ്ഞു കുഞ്ഞു ബോൾ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ശരിയായില്ല, അപ്പോൾ വട്ടത്തിലുണ്ടാക്കി. സംഭവം കാണാൻ ലുക്കിലെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും ചായയൊക്കെ പിള്ളേർക്ക് കൊടുത്തു. നമ്മളത് ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. അരി ഇട്ടിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തിന് കുറച്ച് അരി വേണ്ടി വന്നുള്ളൂ, ബാക്കി ചോറ് നമ്മൾ ഇതിലേക്ക് കഴുകി എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞിപ്പെണ്ണ് ഇതാ അങ്ങനെ നടക്കും കേട്ടോ, മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ കുറച്ച് നമ്മുടെ കുടുത മീൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ മല്ലിയും മുളകും വറുത്തിട്ടിട്ട് കുറച്ച് മുളക് കറി പോലെ വെച്ചു. പിന്നെ മീനും വറക്കാണ്ടായിരുന്നു, അതും വറുത്ത് വെച്ചു. പിന്നെ നേരത്തെ പണികൾ കഴിക്കും. എക്സാം ആയ കാരണം തന്നെ പിള്ളേരുടെ കൂടെ 1-1.5 മണിക്കൂർ പഠിക്കാതിരിക്കണമല്ലോ, അത് കാരണം. അപ്പോൾ രണ്ടാളെയും കൂടി പഠിപ്പിക്കുമ്പോൾ കുറച്ച് ടൈം വേണം. അപ്പോൾ അത് കാരണം പണികളൊക്കെ വേഗം ഒതുക്കി വരെ കൂടെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കലും ചിരിക്കലൊക്കെ കിട്ടുക. പിന്നെ നേരെ ഊണയിക്കുക, കിടക്കുക, അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.